അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം ഡയറക്റ്റ്. ഫസ്റ്റ് ഒരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. 122 ഘാതം 31 ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആണ്. 122 ഹോൾ റേസ് ടു 31. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് PSC എക്സാംസിന് SSCയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത ഒരുവിധപ്പെട്ട എല്ലാവരും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഇത്തരം SSC ലെവലിലെ വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകളൊന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ മാത്രമല്ല, ഹയർ ലെവൽ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നത് എന്താണ്, ഇത്തരം ചോദ്യങ്ങളാണ്. ഇത് കൃത്യമായിട്ടുള്ള അനാലിസിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വേണം പഠിച്ചു തുടങ്ങാൻ. ഈ രീതിയിൽ ഹയർ ലെവൽ വെച്ച് പഠിച്ച് തുടങ്ങുക. അതായത് ബേസ് മാത്രം പഠിച്ചു പോയി എക്സാമിന് വന്ന് ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ഡേ 1 ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഈ ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇതെന്താ സംഭവം? 122 ഘാതം 31 എന്ന് പറഞ്ഞാൽ എന്താണ്? 122നെ 31 പ്രാവശ്യം ഗുണിക്കുക, ഈക്വൽ ടു ഇടുകയാണെങ്കിൽ 122 ഇൻറ്റു 122 ഇൻറ്റു 122 എത്ര ടൈംസ് ആണ്? 31 ടൈംസ്. 31 പ്രാവശ്യമല്ലേ എഴുതിയിട്ടുള്ളത്. അതെ, ഇത് ഗുണിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലോ? കാൽക്കുലേറ്ററിന് വേറെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ കിട്ടിയാലും ഇതിന് ആൻസർ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യത്തിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഉണ്ട്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതിന് ശേഷം ഞാൻ എഡ്യു ഓൺ ടെലിഗ്രാമിൽ, നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമ്മളെന്താണ് എളുപ്പത്തിൽ ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ ടൈപ്പിലെ 2-3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല, ചില സംഖ്യകളുടെ ഉത്തരം അത് തന്നെയായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ് 131 ഘാതം 51 ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത് എന്ന് ചോദിക്കുക നിങ്ങളോട്. നമ്മളൊന്ന് ഗുണിച്ച് നോക്കി 131 ഇൻറ്റു 131 ഇൻറ്റു 131 എല്ലാം ഒന്നല്ലേ വരിക. 1 ഇൻറ്റു 1 1, വീണ്ടും 1 1, വീണ്ടും 131 1. അപ്പോൾ 1 വന്നാൽ 1 തന്നെയാണ് ആൻസർ. നമ്മൾ പഠിച്ചു 1 എവിടെയെങ്കിലും അവസാനം വന്നാൽ അതിന് എത്ര പവർ വന്നാലും ആൻസർ 1 വന്നു ആൻസർ. ഇനി അടുത്തത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 0 വന്നു എന്ന് വിചാരിക്കും. ഒരു 120 വന്നു. ഇങ്ങനെ ഗുണിക്കുകയാണ്. 121 41 അല്ലെങ്കിൽ 45 എന്ത് വേണേൽ എടുക്കുക. 120 ഇൻറ്റു 120 ഇൻറ്റു എത്ര വന്നു കഴിഞ്ഞാൽ നോക്കി ലാസ്റ്റ് 0 അല്ലേ. 0 ആണെങ്കിലും 0 ആണ്. ഇതുപോലെ തന്നെ ഏത് സംഖ്യ, 2 സംഖ്യ കൂടി ഉണ്ടായിരിക്കും. 5 ഒന്ന് ആലോചിച്ച് നോക്കി. 145 ഘാതം 14. ഇങ്ങനെ എത്ര വെച്ച് 5 ഗുണിച്ചാലും അവസാനം 5 തന്നെയായിരിക്കും വരിക. 5 വീണ്ടും 5 അല്ലേ. അപ്പോൾ 5 വന്നാൽ 5 തന്നെയാണ്. അപ്പോൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണമെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഇത്തരം ചോദ്യങ്ങൾ പവേഴ്സ് അല്ലേ. നമ്മൾ വരുമ്പോൾ ഒറ്റ സ്ഥാനത്തൊക്കെ കാണാൻ വരുമ്പോൾ ഉത്തരം അത് തന്നെ ആയിരിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? 1-ൽ അവസാനിക്കുകയാണെങ്കിൽ 1 തന്നെയാണ്, 0-ൽ അവസാനിക്കുകയാണെങ്കിൽ 0, 5-ൽ അവസാനിക്കുകയാണെങ്കിൽ 5, അതേപോലെ 6-ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിലും 6 തന്നെയായിരിക്കും. ഇതിൻ്റെ ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം ആൻസർ ഇതാണുള്ളത്. ഞാൻ പെട്ടെന്ന് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. 46 ഘാതം 31 പ്ലസ് 51 ഘാതം 72 ഒറ്റയുടെ സ്ഥാനത്താക്കമേത്? ഒറ്റയുടെ സ്ഥാനത്താക്കമേത്? പെട്ടെന്ന് ചെയ്യാമല്ലോ. നോക്കി 6ൻ്റെ സ്ഥാനത്ത് 6 തന്നെയാണ്. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം മാത്രം ചോദിക്കുള്ളൂ. അവസാനത്ത് 6 വന്നാൽ നമ്മൾ പറഞ്ഞില്ലേ 6 പ്ലസ് 51 1 വന്നാൽ 1 6 1 7. ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് തന്നെ അവസാനത്തെ അക്കം എന്താ ശരിക്കും ഇതിൽ? ഇത് 2 അല്ലേ അവസാനത്തെ അക്കം. ഈ 2 ഇൻറ്റു 2 ഇങ്ങനെയല്ലേ ഗുണിച്ച് പോവുക ശരിക്കും ഇത്? ഇപ്പം നമുക്കിപ്പോൾ ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് 122 ഒരു ഘാതം 3 എന്ന് ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്താക്കം കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും? 122 ഇൻറ്റു 122 വീണ്ടും 122 ഇങ്ങനെ ഗുണിച്ച് നോക്കുകയല്ലേ ചെയ്യുക. അത് ശരിക്കും അവസാനത്ത് മാത്രം ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 2 4, 4 2 8 ആയിരിക്കും ഉത്തരം. സംഭവം മനസ്സിലാവണല്ലോ. അതായത് 122 ക്യൂബിൻ്റെ അവസാനം ചോദിച്ചാൽ 31 അല്ല കേട്ടോ, 122 ക്യൂബിൻ്റെ അവസാനം ചോദിച്ചാൽ 3 വട്ടം ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8. അപ്പോൾ ഇതിങ്ങനെ ഗുണിച്ച് പോവാം. 2 2 4 2 8 2 16. അപ്പോൾ ഇങ്ങനെ ഗുണിച്ച് പോകുന്നതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചെയ്യാനുള്ള ഒരു
നമുക്ക് റിമൈൻഡർ തിയറം എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണോ അവസാനം കാണുന്നത് അത് അതേപോലെ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് മേ ബി കുറച്ച് കൺഫ്യൂഷൻ ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും ഇത് എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അതൊരു തിയറമാണ്, ഒരു തിയറി യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അവസാനത്തെ രണ്ടല്ലേ, 122 ആണെങ്കിൽ 2 എഴുതാം. ഇനി 152 ആണെങ്കിൽ 2 എഴുതാം. വേറെ നമ്പർ വരും, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. എന്തായാലും 122 അവസാനം 2 അല്ലേ, ഈ 2 ഞാൻ എഴുതി വെച്ചു. ഇനി നോക്കി ഈ 2 അല്ലേ അവസാനം, അതിലെ നമ്മളിപ്പോൾ എഴുതി വെച്ചാൽ 2. ഈ 2 × 2 എന്തായിരിക്കും? 2 × 2 അവസാനത്തെ മാത്രം ഗുണിക്കുകയാണെങ്കിൽ 4. സാധ്യതയാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്തൊക്കെ സാധ്യതകളാവാം? ഒന്ന് 2 എന്നുള്ള സാധ്യത നമ്മൾ എഴുതി വെച്ചു. 2 × 2 4 എഴുതി വെച്ചു. 4 × 2 നമ്മളിവിടെ എഴുതിയില്ലേ 8 ആവാൻ പോസിബിലിറ്റി ഉണ്ട്. അടുത്ത് നോക്കിയേ 122 വീണ്ടും 122 ഇല്ലേ, 8 2 16 6 അല്ലേ ഒരു സാധ്യത ഉള്ളത്, 6. അപ്പോൾ നമ്മൾ എഴുതി വെച്ചു 2 എഴുതി വെച്ചു, 4 8 16. ഇവിടെ 6 2 വീണ്ടും എന്തായിരിക്കും? 16 2 32 അല്ലേ. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നോക്കി 6 2 12 വീണ്ടും 4. ഇത്രേ സാധ്യത ഉണ്ടാവുള്ളൂ 2 ഒരു സംഖ്യയുടെ അവസാനം വന്ന് ഗുണിച്ചു നോക്കിയാൽ. ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 122ന്റെ അവസാനം 2 ആയതുകൊണ്ട് 2 എഴുതി വെച്ചു. 2 × 2 4, 4 2 8, 8 2 16, 6 അല്ലേ അവസാനത്തെ അക്കം. 16 ആണെങ്കിൽ 6 ഒറ്റയുടെ സ്ഥാനത്ത് അക്കല്ലേ നമ്മൾ ചോദിച്ചു, അവസാനത്തെ സ്ഥാനത്തല്ലേ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം. 16 2 വീണ്ടും 32. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് അനുസരിച്ച് 4 സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. 1 2 3 4. വേറെ ഒന്നും ഉണ്ടാവില്ല, 4 ഓപ്ഷൻ ഇതേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഒന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് 4 സാധ്യത ആയതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ റിമൈൻഡർ തിയറം വെച്ചിട്ട് ഈ 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 31നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിവൈഡ് ചെയ്യുന്ന പോയിന്റിലേ വരിക. എത്ര ശിഷ്ടം കിട്ടും എന്നതിനനുസരിച്ച് സോ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. എത്രയാണ് റിമൈൻഡർ ബാക്കിയുള്ളത്? 7 4 28. ബാക്കി ശിഷ്ടം 3 അല്ലേ. ഈ 3 എന്ന് പറയുന്ന നമ്പർ കിട്ടിയത് ഓർമ്മയില്ലല്ലോ. ഈ 3 എന്നുള്ള നമ്പർ നേരെയുള്ള നമ്പർ എന്താ ഉള്ളത്? 3ന് നേരെയുള്ള നമ്പർ 8 അല്ലേ. ആൻസർ 8 ആയിരിക്കും. മേ ബി കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്തത്, അതിനൊരു ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ജസ്റ്റ് ഒരു ഒറ്റ വട്ടം കൂടി ഒന്ന് കണക്ട് ചെയ്ത് പറയുകയാണ്. നിങ്ങളിവിടെ നോക്കിയിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 122 അല്ലേ ഉള്ളത്, 122. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 എഴുതാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ പറയാം. അപ്പോൾ 2 ആണെങ്കിൽ 2, 2 2 4, 4 2 8. സാധ്യതയാണ് പറഞ്ഞു നോക്കി. 2 എഴുതി വെച്ചു. 2 2 4, 4 2 8, 8 2 16. 16 2 വേണമെങ്കിൽ ഗുണിച്ച് നോക്കുക. 32 വീണ്ടും 2 വരിക. അപ്പം 4 സാധ്യത കിട്ടി. ഇത് കാണാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇവിടെ നെക്സ്റ്റ് ലെവലാണ് റിമൈൻഡർ തിയറം വെച്ചിട്ട് ഈ 31 എവിടെ നിന്നാണ് വന്നത്? ഈ 122ന്റെ പണിയാണ് നമ്മൾ ഇത്ര എഴുതി വെച്ചത്. 122 എന്നുള്ള നമ്പറിൻ്റെ സാധ്യതകൾ നമ്മൾ എഴുതി വെച്ചു. ഇനി ഈ കാണുന്ന 31 ഇല്ലേ, ഈ 31നെ വേണം ഈ 4 സാധ്യത. എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം? ഇവിടെ 4 സാധ്യത ഉള്ളത് കൊണ്ടാണ് 31നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. 7 4 28, ശിഷ്ടം 3. റിമൈൻഡർ 3 ആണെങ്കിൽ 3ന് നേരെയുള്ളത്. ശിഷ്ടം 2 ആയിരുന്നെങ്കിൽ 2ന് നേരെയുള്ളത് എടുക്കുമായിരുന്നു. സോ ഇവിടെ ശിഷ്ടം 3 അല്ലേ ഉള്ളത്, 3ന് നേരെ കാണുന്നത് 8 ആണ്. ആൻസർ 8 ആണ്. അടുത്ത നമുക്ക് 3 വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 13 ഘാതം 45. ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്താക്കാൻ വരുന്നത് 13 ഘാതം 45. ഈ 13 ഘാതം 45ന് പകരം ഈ 113 ആണെങ്കിലും ഉത്തരം 1 തന്നെയായിരിക്കും. ഇനി 3 ആണെങ്കിൽ ഉത്തരം തന്നെയല്ലേ, നിങ്ങൾ മനസ്സിലാക്കി നോക്കി. ഈ 3 വെച്ചിട്ടല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള നമ്പറിനൊന്നും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 100 അല്ലേ, 2100 ഇങ്ങനെ ആയാലും ഇത് വലിയ കാര്യമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ അവസാനത്തെ 3 അല്ലേ എടുക്കുള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് അക്കത്തുള്ള ഈ 3 മാത്രമേ എടുക്കുള്ളൂ. സോ 13 ഘാതം 45 നമ്മൾ ആദ്യം 3 എടുത്തു അല്ലേ. 3 സാധ്യതകളാണ് അതിന് ആദ്യം എഴുതുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയേ 3 × 3. ശരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാൻ വേണ്ടി വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര വട്ടം നമ്മൾ 45 വട്ടം എഴുതേണ്ട ആവശ്യമില്ല.
3 9 അല്ലേ ഇവിടെ നോക്കിയേ 3 3 9. ഇതെന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുക്കാൻ പറഞ്ഞത്? ഒരു സംഖ്യയുടെ അവസാനത്തെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 13 × 13 ഇങ്ങനെ അവസാനത്തത് മാത്രം ഗുണിച്ചു നോക്കുക. ആദ്യത്തേക്ക് വലിയ കാര്യമില്ല. അപ്പം 3 എഴുതി വെച്ചു സാധ്യത. 3 3 9 എഴുതി വെച്ചു. 9 3 27 അല്ലേ? 27 നമുക്ക് എന്ത് എഴുതി വെച്ചാൽ മതി? 27 അവസാനത്തെ സ്ഥാനം മാത്രം പോയി നോക്കി. 27 7 അല്ലേ അവസാനം വരിക? യൂണിറ്റ് പ്ലേസ് മാത്രമാണ്, ഒറ്റയുടെ സ്ഥാനത്താക്കം മാത്രമാണ് എഴുതാൻ പറഞ്ഞു. 7 എഴുതി വെച്ചു. ഇനി ഇവിടെ 27 7 അല്ലേ? 7 3 21 4 സാധ്യതയായി. അപ്പോൾ രണ്ടിൻ്റെ സാധ്യതകളൊന്നും ആലോചിച്ച് നോക്കി. ഏതൊക്കെ രണ്ടിൻ്റെ സാധ്യത വരും? 2 ആയിരുന്നെങ്കിൽ 2 2 4 8 16 വീണ്ടും 32 റിപ്പീറ്റ് ചെയ്ത് വന്ന് ഓർമ്മയുണ്ടല്ലോ. 3 ആണെങ്കിലോ പെട്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ 3 3 3 9 9 3 27 7 3 21 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ പഠിച്ചു, 2ൻ്റെയും പഠിച്ചു, 3ൻ്റെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ജസ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 4 സാധ്യതയാണ്. 1 2 3 4. ഇനി അടുത്തത് ഞാൻ എന്തിനെ ഡിവൈഡ് ചെയ്യണം? 13നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരിയാവുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 13ന് പകരമാണ് ഇത്രയും സാധ്യത എഴുതിയത്. 13നെ അല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 45നെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ശിഷ്ടം എത്ര വരും എന്നുള്ള കാര്യമാണ്. ശിഷ്ടം എത്ര വരും? 11 4 44. ശിഷ്ടം 1 ഞാൻ പറഞ്ഞില്ലേ. എന്താണോ ശിഷ്ടമുള്ളത് ആ സംഖ്യയുടെ നേരെയുള്ളതായിരിക്കും ഉത്തരം. ശിഷ്ടം 1 ആണെങ്കിൽ ഒന്നാമത്തത്, ശിഷ്ടം 2 ആണെങ്കിൽ രണ്ടാമത്തത്, ശിഷ്ടം 3 ആണെങ്കിൽ മൂന്നാമത്തത്. സോ ദർ ഈസ് എ റിമൈൻഡർ 1. സോ വി ക്യാൻ ടേക്ക് ഫസ്റ്റ് വാല്യൂ 1. ആൻസർ എന്തായിരിക്കും? ഉത്തരം എന്തായിരിക്കും? 3. അപ്പോൾ ഇത്ര എളുപ്പമാണോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ലോജിക് കൂടി ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾ സ്വന്തമായിട്ട് സ്പീഡിൽ ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ. ഞാനിവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഇത് മാത്രമേ എഴുതുന്നുള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഘാതം ഒരു 64 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്നാണ് ചോദ്യം. നിങ്ങൾ പെട്ടെന്ന് ചെയ്യുള്ളൂ, ഞാനും പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി വിചാരിക്കുന്നു. വീഡിയോ പോസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എഴുതും 2 നമുക്ക് ഓൾറെഡി അറിയില്ല, കാണാപ്പാട് അല്ലെങ്കിൽ നമ്മൾ ബൈ ഹാർട്ടിൽ ഓൾറെഡി ചോദിച്ചു 2 ഒറ്റ സ്ഥാനത്ത് 2ന് പകരം 2 എഴുതി വെച്ചു. 2ന് പകരം 2 4 8 16 6 4 സാധ്യതയായി. 1 2 3 4 സാധ്യത. 4 സാധ്യത 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് കുറച്ച് പ്രശ്നമുള്ള, എന്നാലും കുഴപ്പമില്ല. 1 4 4 ബാക്കി 24. 6 4 24. യൂസ് ഇഷ്ടമില്ലല്ലോ, 0 ആണല്ലോ. ഇവിടെ 0 ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ശിഷ്ടം 1 ആണെങ്കിൽ ഇഫ് ദർ ഇസ് എ റിമൈൻഡർ 1 യു ക്യാൻ ടേക്ക് ഫസ്റ്റ് വാല്യൂ. റിമൈൻഡർ 1 ആണെങ്കിൽ ഫസ്റ്റ് എടുക്കാം. ശിഷ്ടം 2 ആണെങ്കിൽ രണ്ടാമത്തെ, ശിഷ്ടം 3 ആണെങ്കിൽ മൂന്നാമത്തെ, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഇല്ലെങ്കിൽ എന്തെടുക്കണം? അവസാനത്തെ വാല്യൂ 6 ആയിരിക്കും. അങ്ങനെ ശിഷ്ടം 4 വരുമോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? ഇല്ല. ഫസ്റ്റ് വാല്യൂ ആണെങ്കിൽ ശിഷ്ടം 1 ആണെങ്കിൽ ഒന്നാമത്തെ, ശിഷ്ടം 2 റിമൈൻഡർ 2 ആണ് രണ്ടാമത്തെ, ശിഷ്ടം 3 ആണെങ്കിൽ മൂന്നാമത്തെ, റിമൈൻഡർ ഇല്ലെങ്കിൽ ശിഷ്ടമില്ലെങ്കിൽ 6ാമത്തെ ആയിരിക്കും. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് 2 വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്തതിന് ശേഷം വെറുതെ കമൻറ്റ് ചെയ്യുക. ഒരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾ മാക്സിമം എന്താണ് വീഡിയോ എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും വീഡിയോയുടെ റീച്ച്. നമ്മൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും വീഡിയോയുടെ ഒപ്പീനിയനോ ജസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഒരു 4 വെച്ചിട്ടുള്ളതൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ് 114 ഘാതം 41 ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏത്? ഇങ്ങനൊരു ചോദ്യം വരികയാണ്. 114 ഘാതം 41ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ പരിപാടി എന്താ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്? 4നാണെങ്കിൽ 4ന് പകരം 4 തന്നെ, ഇതല്ലേ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 114 × 114 × 114 ഇങ്ങനെയല്ലേ റിപ്പീറ്റ് ചെയ്യണത്. സോ 4അല്ലേ എഴുതിയിരിക്കണം ആദ്യം. 2 നമ്മൾ 2 4 8 16 32 അങ്ങനെ വന്നു. 2 വന്നില്ലേ? അതേപോലെ 3 ആണെങ്കിൽ 3 3 9 9 27 എങ്ങനെ വന്നില്ലേ? നമ്മൾ 3 9 27 7 21 അങ്ങനെയല്ലേ 4 വന്നത്. ഇവിടെ 4-നൊരു പ്രത്യേകം നോക്കിയാൽ 4 4 16 വീണ്ടും 16-ൽ 6 എഴുതിയാൽ മതി. ജസ്റ്റ് 16-ന് 6 എഴുതിയാൽ മതി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് മാത്രം പോയി. 4 4 16 6 നമ്മൾ വെച്ചിട്ട് 16-അല്ലേ ഉള്ളൂ. ഇനി വീണ്ടും 6 4 24 വീണ്ടും ഇതാ റിപ്പീറ്റ് ചെയ്യണം. നോക്കി 4 4 16 6 നോക്കി 4 4 16 അല്ലേ? 4 എഴുതി വെച്ചു. 4 4 16-ൽ 6 6 4 24 വീണ്ടും 4. ഈ 4ഉം 6ഉം മാത്രമേ 4 എന്നുള്ള സംഖ്യയ്ക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം 2 സാധ്യത മാത്രമേ
4ൻ്റെ കേസിലുള്ളൂ. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? 4ഉം 6ഉം. ഇനി സ്റ്റെപ്പ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി 41 എടുക്കുക. 114 എടുക്കുന്നത്, 41 എടുക്കേണ്ടത്. 114 41. നോക്കി, 114 ഓൾറെഡി നമ്മൾ കഴിഞ്ഞു. 41 എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? ഇവിടെ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എത്ര സാധ്യതയാണോ അത്രയും സാധ്യത വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 സാധ്യതയേ ഉള്ളൂ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 41 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശിഷ്ടം 1 ആണെന്നുള്ളത്. കാരണം ഒറ്റ സംഖ്യയല്ലേ. ശിഷ്ടം 1 ആണെങ്കിൽ 1ാമത്തെ സംഖ്യയായിരിക്കും ആൻസർ. 4 ആയിരിക്കും ആൻസർ. ഇത് പലരും പല മെത്തേഡുകൾ വേറെ ചെയ്യും. പക്ഷേ ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞ റിമൈൻഡർ തിയറമാണ്. അപ്പോൾ നമ്മളെന്തായാലും കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊന്നൊക്കെയാണ്. ഏത് സംഖ്യയുടെ ലാസ്റ്റ് 1 വന്നാലും 1 തന്നെയാണ്. നമ്മൾ പറഞ്ഞു 0 വന്നാൽ 0ആണ്. 0 1 അത് തന്നെയാണ്. 5ഉം 6ഉം സെയിം ആണ്. 2ന് എന്തൊക്കെ വരും? 2, 4, 8, 6 സാധ്യതയാണ് പറഞ്ഞത്. 3 എന്തൊക്കെ വരും? 3, 3, 9, 9, 3, 27, 7, 3, 21 അല്ലേ? 7, 1. 4ൻ്റെ 4 പറഞ്ഞു, 4, 6. 5ന് 5 തന്നെ, 6ന് 6 തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മളൊരു 7, 8, 9 ഒക്കെ നമ്മൾ സാധ്യത പറയുമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. 7ൻ്റെ 8ൻ്റെ സാധ്യത ഞാൻ പറഞ്ഞുതരാം. 9 വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 49 ഘാതം 49 ആയിക്കോട്ടെ. 49 ഹോൾ റൈസ് ടു 49. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സാധ്യത എന്താണ്? 9. 9 × 9 81. 81 ആണ് കേട്ടോ. 1 81 1 ഞാൻ എഴുതി വെച്ചു. വീണ്ടും 9 അല്ലേ വരിക? ഇവിടെ 81 1 ഉള്ളൂ. വീണ്ടും 9 അല്ലേ? 1 × 9 കാണിച്ചു നോക്കി. 9 9 × 9 81. അപ്പോൾ 2 സാധ്യത മാത്രമേ 9ന് ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതിനൊക്കെയാണ്? 4ൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 9നും 2 സാധ്യതയുള്ളൂ. സോ നമ്മളെടുത്ത് 2 പോസിബിലിറ്റി ആണുള്ളത്. 1, 2. 49ൻ്റെ താഴത്തെ എഴുതിച്ചു, മുകളിൽ 49 ആയതുകൊണ്ട് 49 നമ്മളെടുത്തു. 49 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2 സാധ്യതയല്ലേ ഉള്ളൂ. ശിഷ്ടം എന്തായാലും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ശിഷ്ടം എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഒറ്റ സംഖ്യയാണ്. 1 ആവുമ്പോൾ 1ാമത്തതായിരിക്കും ആൻസർ വരും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് 7ൻ്റെ സാധ്യത ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. 7ൻ്റെയും 8ൻ്റെയും സാധ്യതകളുള്ളത്. 7ൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത്. 7ൻ്റെയും 8ൻ്റെയും 7 7 49. 7 വെച്ച് ഗുണിക്കില്ലേ? 7 ആദ്യം എഴുതി വെച്ചു. 7 7 49. 9 7 63. 63. 7 49 നിങ്ങൾ തെറ്റ് മനസ്സിലാക്കുക. ഇനി ഇവിടെ 3 × 7 21. 3 × 7 21. 2 1. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ? 1 7 7 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. 8ൻ്റെ 8 8 64. 64 കേട്ടോ. 4 8 32. 32. 4 8 32. 2 8 16. വീണ്ടും 6 8 48. ഇത് റിപ്പീറ്റ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഈ റിപ്പീറ്റേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ്? ഇത്രയും സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ ഞാനൊരു ക്വസ്റ്റ്യൻ എന്താണ് 7 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ഒരു 7 ഘാതം ഒരു 39 എന്ന് എഴുതുകയാണ്. സാധ്യത എന്താണ് ഇവിടെ ഉള്ളത്? 1 2 3 4. 4 സാധ്യതയുണ്ട്. 1 2 3 4 സാധ്യത. 7ന് കിട്ടിയത് എന്തൊക്കെയാണ്? 7 49 9 അല്ലേ? 7 63 7 3 4 സാധ്യതയാണ് 7നുള്ളത്. സോ 4 സാധ്യത ആയതുകൊണ്ട് തന്നെ 39 ഈ മുകളിലുള്ള 39നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്ത് വരും? 9 4 36. ബാക്കി ശിഷ്ടം 3. റിമൈൻഡർ 3 ആണെങ്കിൽ 3ാമത്തെ വാല്യൂ ആയിട്ടുള്ള നമ്മളെന്താണ് 3 തന്നെ എടുത്ത് നോക്കി. 7 7 49 9 ഇല്ലേ? ആ 3 ആൻസർ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സോ റിമൈൻഡർ തിയറം വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഈ പറയുന്നത് ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾ എന്താണ് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധ്യതകളെ കുറിച്ചല്ലേ പറഞ്ഞത് നമ്മളിവിടെ. പെട്ടെന്ന് ഞാനിവിടെ എഴുതും, നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാലോചിച്ചാൽ മതി. 2ൻ്റെ സാധ്യത എന്തൊക്കെയാണ്? 2ൻ്റെ 2 2 4 4 2 8 8 2 16 ഇതല്ലേ ഉള്ളത്. 3 ആണെങ്കിലോ 3 3 9 9 3 27 7 3 21. 4 ആണെങ്കിലോ 4 4 4 16 6.
5 എന്തൊക്കെയാണ്? 5 നമുക്കറിയാലോ, 5 തന്നെയാണ്. നമ്മൾ നേരത്തെ 1 കേസ് പറഞ്ഞില്ലേ, ഫസ്റ്റ് 1 എന്താണ്? 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ. 1 തന്നെയല്ലേ? 0 1 2 3 4 5. നമ്മൾ 6 എടുക്കുകയാണ്, 6 തന്നെയല്ലേ? ശരിയാണ്. 7 നമ്മൾ 8 നമ്മൾ ഓൾറെഡി എഴുതിയാണ്, എന്നാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കൂടി എഴുതാം. 7 7 49, 9 63, 7 21. 8 എത്രയാണ് വരിക? 8 8 64, 4 8 32, 8 2 16, വീണ്ടും 8 48. 9 9 9 81 0 0 0 ഓൾറെഡി നമ്മൾ എഴുതി. അപ്പോൾ ഇത്രയും സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.